ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ക്രിസ്പിയായ മുരുമുരുന്നനെയുള്ള ബ്രെഡ് പക്കോടയുമായിട്ടാണ്. ഇതൊരു 4 മണി പലഹാരമാണ്. നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ. നമുക്ക് ബ്രെഡ് പക്കോട ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് ബ്രെഡ് വേണം. ഒരു 2-3 ബ്രെഡ് എടുക്കുക. അത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്യുക കേട്ടോ. അത് എങ്ങനെ വേണിച്ചാൽ കട്ട് ചെയ്യാം കേട്ടോ. നമുക്കത് ചെറിയ ചെറിയ പീസുകളാക്കുക. നന്നായിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് ചെറിയൊരു പാത്രത്തിലേക്ക് നമുക്കതൊന്ന് മാറ്റി വയ്ക്കുക. ബ്രെഡ് ആവശ്യത്തിന് എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ബ്രെഡ് വേണ്ടിച്ചാൽ അതെടുക്കുക. നല്ല ഇഷ്ടമാവും അതൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ്. ഞാനൊരു 5-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എടുത്തിട്ട് നൈസായിട്ട് കട്ട് ചെയ്യുക. എത്ര നൈസായി കട്ട് ചെയ്യുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയാണ്, ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി നന്നായിട്ട് നൈസായിട്ടൊന്ന് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 പച്ചമുളകാണ്. എരിവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് എൻ്റെ അടുത്തുള്ളത് കുറച്ച് വലിയ പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാനത് 4 പച്ചമുളക് എടുത്തത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചെറിയ പച്ചമുളകാണെങ്കിൽ, നല്ല എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് നമുക്കത് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളി, വലിയ ഉള്ളിയാണ്, 2 വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയ ഉള്ളി നിങ്ങളുടെ അടുത്ത് സാമ്പാർ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. ഈ വലിയ ഉള്ളിനേക്കാളും നല്ല ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. അതുള്ളവരൊക്കെ അത് ഉപയോഗിച്ചാൽ മതിയാവും കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. നമ്മുടെ വീട്ടിലുള്ള മല്ലിയിലൊക്കെയാണെങ്കിൽ ഇത്രയും കൂടി നല്ല ഫ്രഷായിട്ട് നമുക്കത് കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ബ്രെഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് നമ്മൾ ഓരോ സാധനങ്ങളും കട്ട് ചെയ്തത് ഇങ്ങനെ കുറേശ്ശെ കട്ട് ചെയ്ത സാധനങ്ങളൊക്കെ അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി അതിലേക്ക് ഇടുക. ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ കുറേശ്ശെ മുളക് പൊടി, 2 സ്പൂണ് മുളക് പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി നിങ്ങൾക്ക് വേണ്ടായെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് 2 സ്പൂണാണ് മുളക് പൊടി ഇടുന്നത്. 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് ഗരം മസാല പൗഡറാണ്. ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് നമ്മൾ കൈ വെച്ച് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉള്ളിലെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ആവശ്യത്തിന് മാത്രം, എപ്പോഴും വെള്ളം കുറേശ്ശെ മാത്രം ഒഴിച്ച് കൊടുത്ത് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ ഞെരടി, ആ ഉള്ളി പച്ചമുളകൊക്കെ നന്നായിട്ട് ഞെരടി അതിലേക്ക് ഇങ്ങനെ പിടിച്ച് വരണം. ചിലവരൊക്കെ ഇങ്ങനെ ഇതിലേക്ക് ബേക്കിംഗ് സോഡയൊക്കെ ഇടാറുണ്ട്. ഞാനതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് വടയല്ലേ വേണ്ടത്. അപ്പോൾ വടയ്ക്ക് പാകത്തിനായതിനു ശേഷം സ്റ്റവ് കത്തിക്കുക. ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക കേട്ടോ. ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നന്നായി ചൂടായി വന്നതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിൽ തന്നെയാണ് ശക്കലം വെള്ളം ആക്കിയതിന് ശേഷം ഇങ്ങനെ പരത്തി ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്. ചിലവർ പേപ്പറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓരോരോ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റവിന് സിമ്മിൽ വെച്ചാൽ പിന്നെ 1 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. മറിച്ചിടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇല്ല എങ്കിൽ അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറി ചോട്ട മാറാതെ നോക്കിക്കാണുന്നു. നേരെ മറിച്ചിടുക. നല്ല മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതിയാവും കേട്ടോ. ഇത് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് അതാണ് എടുത്ത് മാറ്റാം. പിന്നെ എടുത്ത് മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ പക്കോട ഉണ്ടാക്കുന്നത്. പക്കോട എന്ന് പറഞ്ഞാൽ നല്ല ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട്
നമ്മളതിലേക്കാണ് ഇട്ട് കൊടുക്കുക. എത്രത്തോളം ചെറിയതായി ഉണ്ടയാക്കിയിട്ട് അതിലേക്ക് ഇടുന്നു അത്രത്തോളം നേരെ നന്നായിട്ട് വെന്ത് കിട്ടും. മാത്രമല്ല നല്ല ക്രിസ്പിയായിട്ട് നമുക്കിങ്ങനെ മൊരിഞ്ഞ് നമുക്കതൊന്ന് കിട്ടും. നന്നായിട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ അടിപൊളിയായ ക്രിസ്പിയായ നമ്മുടെ ബ്രെഡ് പക്കോട വിത്ത് ഇങ്ങനെ ടൊമാറ്റോ സോസാണ് എടുക്കുന്ന ചട്നി നിങ്ങൾക്ക് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ച് നല്ല ക്രിസ്പിയായ ഒരു മുരിങ്ങനുള്ള പക്കോട റെഡിയാണ്. കഴിക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യണം. മാത്രമല്ല ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.